വചനത്തിന് മുമ്പിൽ ഞങ്ങൾ താഴ്ത്തുകയാണ്. ദൈവാത്മാവിൻ്റെ വലിയൊരു ശുശ്രൂഷ ഞങ്ങൾക്കിന്ന് വെളിപ്പെടുത്തി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയിലോ ഞങ്ങളുടെ ചിന്തകളോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഞങ്ങൾ പ്രാപിക്കുവാൻ ദൈവം ഞങ്ങളെ നിയോഗിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് അത് മാത്രമല്ല, കർത്താവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കർത്താവിൻ്റെ തിരിഹിതം, ഞങ്ങളെക്കുറിച്ചുള്ള തിരിഹിതം ഈ യുഗത്തിൽ ഞങ്ങളത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളിവിടെ കേവലം ജോലിക്ക് വേണ്ടിയോ സമ്പാദിക്കാൻ വേണ്ടി കടന്നു വന്നവരല്ല, കർത്താവിന് വേണ്ടിയുള്ളവരാണ് ഞങ്ങൾ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒരു കുറിവാക്യം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ്. അത് പ്രൊജക്റ്റ് ചെയ്യാമോ സഹോദര? 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. മതി. ഒന്നും കൂടെ നമുക്കത് ഞാനത് ഊന്നൽ കൊടുക്കാനാഗ്രഹിക്കുന്നു. 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. 1, മനസ്സ് ഉറപ്പിക്കുക. എല്ലാവരും പറഞ്ഞ മനസ്സുറപ്പിക്കുക. 2-ാമത്തെ കാര്യം പറയുന്നത് നിർമ്മതരായിരിക്കുക. ആമേൻ. 3-ാമത്തെ കാര്യം പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് അവങ്കിൽ പ്രത്യാശ വയ്ക്കുക. 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. 1-ാമത്തെ കാര്യം ഉറപ്പ്, മനസ്സ്. ശരിക്കും അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ പറയുന്നത് ഗേർഡ് അപ്പ് ദ ലോയിൻസ് ഓഫ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് കച്ച കെട്ടി ഒരുക്കുക. ഇസ്രായേൽ മക്കൾക്ക് വളരെയധികം ഇങ്ങനെ ഈ ഫ്ലോയിങ് ആയിട്ടുള്ള റോബ്സാണ് അവരിടുന്നത്. അവർക്ക് അതുകൊണ്ട് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. ഏലിയാവിനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇങ്ങനെ ഒഴുകുന്ന തരത്തിലുള്ള വസ്ത്രധാരണയാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് ഒരു സ്മാർട്ടായിട്ട് വേല ചെയ്യാൻ ഭയങ്കര പ്രയാസം. ഒരു ഓട്ടോ ഒക്കെ ഓടണമെങ്കിൽ അത് വെച്ചൊന്നും ഓടാൻ പറ്റില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നറിയോ, ഇതെല്ലാം കൂടെ പൊക്കിയിട്ടുണ്ടല്ലോ ബെൽറ്റിൻ്റെ അകത്തോട്ട് തെറുത്തങ്ങോട്ട് കയറ്റും. ഏലിയാവ് ഓടിയത് ഓർമ്മയുണ്ടോ? ആ ഓട്ടം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ബെൽറ്റിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു തുണിയും നമ്മുടെ മേത്തൊരു തടസ്സമല്ല, ഓടാൻ പറ്റും. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുന്നത് ഈ ഓട്ടത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഓട്ടം ഉണ്ടല്ലോ, ഇന്ന് കർത്താവിൻ്റെ സന്നിധി ഒരുങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഒരുക്കത്തോടു കൂടി ആയിരിക്കാനും നമ്മുടെ മനസ്സിനെ വളരെയധികം കടിഞ്ഞാണിട്ട് അവനെ എല്ലാത്തിനെയും ക്രമീകരിച്ച് കർത്താവിൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ മനസ്സിനെ ആദ്യം ഒരുക്കണം. മനസ്സെന്ന് പറയുന്നത് പിശാചിൻ്റെ യുദ്ധക്കളമാണ്. എത്ര പേർക്ക് അറിയാം അതിനെക്കുറിച്ച്? അതുകൊണ്ടാണ് ഇവിടെ ഈ ആകയാൽ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ആകയാൽ എന്നെല്ലാവരും ശ്രദ്ധിച്ച, ഇംഗ്ലീഷിൽ therefore എന്ന് പറയും. therefore ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ wherefore എന്ന് പറഞ്ഞാൽ അത് പഴയ ഇംഗ്ലീഷാണ്. ഗേർഡ് അപ്പ് ദ ലോയിൻസ് ഓഫ് യുവർ മൈൻഡ്, ബി സോബർ ആൻഡ് ഹോപ്പ് to the end of the grace that is to be brought unto you at the revelation of Jesus Christ. അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആകയാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ മുമ്പ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഒരു സെൻറ്റൻസ് ആകയാൽ എന്ന് തുടങ്ങിയാൽ, therefore എന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ മുൻപ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പിന്നീടും എന്തൊക്കെയോ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ മുൻപ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളിന്ന് 1 പത്രോസ് പഠിക്കാൻ പോവുക ഒരുമിച്ച്. ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തോ. വി ആർ ഗോയിങ് ടു സ്റ്റഡി 1 Peter chapter 1 ടുഗെദർ. നമുക്കത് വളരെ ഇന്ന് ക്രിയാത്മകമായിട്ട് ഈ വചനം നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം അവിടെ പറയുന്നത് 3-ാം വാക്യത്തിൽ പറയുന്നത്, മലയാളത്തിൽ ഒന്ന് 3-ാം വാക്യം എടുക്കാം. 3-ാം വാക്യം നമുക്ക് പതുക്കെ എടുക്കാം. മതി, അവിടെ അത്ര നിൽക്കുക. അവിടെ ആദ്യം പറയുന്നത് ദൈവത്തിൻ്റെ മഹാകരുണയെ ചൊല്ലിയാണ്. എല്ലാവരും പറഞ്ഞേ,
ദൈവത്തിൻ്റെ മഹാകരുണ. എന്താ ഇത് മഹാകരുണയ്ക്ക് ഇത്ര പ്രത്യേകത? ഞാൻ ഇന്ന് രാവിലെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദൈവത്തിന് നമ്മളെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? മാനവരാശി ആദാം മുതൽ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നപ്പോൾ മനുഷ്യനെ വീണ്ടെടുക്കുവാനും രക്ഷിപ്പാനും എൻ്റെ കർത്താവിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. പക്ഷേ കർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ച്, കർത്താവിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ കൂടെ ചേർന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് കരുണ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം പറയുന്നത്, നിങ്ങൾ കരുണ കാണിപ്പിൻ, എന്നാൽ നിനക്ക് കരുണ ലഭിക്കും. അടുത്ത ആളുടെ പറ, കരുണ കാണിച്ചാൽ കരുണ ലഭിക്കും. ഈ കരുണ മറ്റുള്ളവരെ ആർക്കെങ്കിലും കരുണ ആഗ്രഹിക്കുന്നതിന് ഒരു കാര്യം പറയട്ടെ, കരുണ കാണിക്കാൻ പഠിക്കണം. കരുണ കാണിച്ചാലേ കരുണ ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മൾ കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ വന്നു വീണതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് നരകത്തിൻ്റെ തീച്ചൂളയിൽ പോകേണ്ട ആവശ്യമില്ല. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എന്നെ തേടിയെത്തി. The Lord came in search of me and he found me. I am found by God എന്ന് പറഞ്ഞാൽ എൻ്റെ കാരണം അതാ. ദൈവത്തിന് ആവശ്യമൊന്നുമില്ല, പക്ഷേ എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എന്നെ തേടിയെത്തിയതാണ്. ഇതാണ് ആദ്യം നമ്മൾ കർത്താവിൻ്റെ നമുക്കുള്ള ആനുകൂല്യങ്ങൾ. നമ്മൾ പറയില്ലേ, എൻ്റെ കർത്താവിൽ നിന്ന് ഞാൻ എന്താ പ്രാപിച്ചതെന്ന്? എൻ്റെ ആദ്യം എനിക്ക് പ്രാപിച്ചത് കർത്താവിൻ്റെ കരുണയാണ്. ഹല്ലേലൂയ. കൃപ എന്ന് പറയുന്നത് വേറെയാണ് കേട്ടോ. കൃപ എന്താണ്? നമുക്ക് കരുണ കാണിക്കാൻ. ഇപ്പം ഞാൻ പറയട്ടെ, നമുക്ക് ഇഷ്ടമല്ലാത്തവരോട് നമുക്ക് കരുണ കാണിക്കാൻ തോന്നുക? ഞാനിന്ന് പറഞ്ഞൊരു കാര്യമോ, ഇന്ന് നമുക്ക് ഇഷ്ടമല്ലാത്ത ശത്രുക്കളൊന്നുമല്ല, നമുക്ക് അവരെ ഇഷ്ടമല്ല, അവൻ തോറ്റു പോകണം. നമ്മുടെ ഒറ്റ ആഗ്രഹമാണ് അവന് അങ്ങനെ നന്നാകണ്ട, അവന് ഉയർച്ച വരരുത്. ദൈവം നമ്മളെക്കുറിച്ച് അങ്ങനെ, ഇന്ന് നമ്മളിതേ റോയ്സൺ പാസ്റ്റർ ഒരു വചനം തന്ന്, ശത്രുക്കളായിരുന്നപ്പോൾ, അല്ലെങ്കിൽ പാപികളായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ ദൈവം നമ്മോടുള്ള സ്നേഹം ക്രൂശുമേൽ പ്രദർശിപ്പിച്ചു. അപ്പോൾ ദൈവം ശത്രുക്കളായിരുന്ന നമ്മോട് കാണിച്ച കരുണ നിമിത്തമാണ് പറയുന്നത്, നീ ശത്രുക്കളെ സ്നേഹിക്കുവാൻ. നമുക്ക് പറ്റില്ല. എനിക്കോ നിങ്ങൾക്കോ നമുക്ക് പറയാം ഇങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കണമെന്നൊക്കെ പറയാം, പക്ഷെ പറ്റത്തില്ല. പറ്റണമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വരണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിൽ വരണം. അതിനാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നത്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവേ എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞത്? കൃപ. കൃപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്തൊരു ശക്തി ദൈവം തരികയാണ്. എനിക്ക് പറ്റുന്നില്ല എൻ്റെ കർത്താവേ, എനിക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ, എനിക്ക് ആ വ്യക്തിയെ കാണുമ്പോൾ വെറുപ്പാവന്. എന്നോട് കാണിച്ച ദ്രോഹത്തിന് എനിക്ക് ആ വ്യക്തിയോട് എന്താ വരുന്നത്? വെറുപ്പ്. അപ്പോൾ എന്ത് ചെയ്യും ഞാൻ? എൻ്റെ കർത്താവേ, അങ്ങയുടെ കൃപ എനിക്ക് വേണം. കൃപ എന്തിനാണെന്നറിയാമോ? കൃപ ഈസ് എംപവർമെൻറ്റ്. നമുക്ക് പറ്റാത്തത് നമ്മൾ ചെയ്യുവാനുള്ള എംപവർമെൻറ്റിനാണ് കൃപ എന്ന് പറയുന്നത്. കരുണ വേറെയാ. കരുണ ഈസ് മേഴ്സി. നമുക്ക് ശിക്ഷ കിട്ടേണ്ട സ്ഥാനത്ത് അവൻ എനിക്ക് വേണ്ടി പകരക്കാരനായി തീർന്നത് കരുണ നിമിത്തമാണ്. ഹല്ലേലൂയ. ഇന്ന് കരുണ ലഭിച്ചത് 2 മേഖലയിലാണ് ഞാൻ പറഞ്ഞില്ലേ. ഒന്ന്, അവൻ എൻ്റെ പകരക്കാരനായി എൻ്റെ പേർക്കായി കാൽവരി ക്രൂശിൽ മരിച്ചു. റോമർ 4:25 വായിക്കാം. റോമർ 4:25. അപ്പോൾ അവൻ്റെ കരുണയുടെ ആ മൂല്യം നമുക്ക് മനസ്സിലാവും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും, അടുത്ത വാക്യം, വിശ്വസിക്കുന്നത് നമുക്ക് അതിൻ്റെ മുമ്പത്തെ വാക്യം. അപ്പോൾ 24 എടുക്കാം നമുക്ക്. അതാണ് നമുക്ക് കാര്യം. മലയാളത്തിൽ ഇംഗ്ലീഷ് ഒരേ വാക്യം അങ്ങോട്ടൊക്കെ മാറും, ഡസൻറ്റ് മാറ്റർ. അവിടെ പറയുന്നത് നമ്മുടെ അതിക്രമങ്ങളാൽ, ഇല്ലെങ്കിൽ അതിക്രമങ്ങൾ നിമിത്തം
മരണത്തിന് ഏൽപ്പിച്ചും. ശ്രദ്ധിക്കുക, അതിക്രമങ്ങൾ നിമിത്തം, ബിക്കോസ് ഓഫ് അവർ ഇനിക്വിറ്റീസ് ഹി വാസ് ഡെലിവേർഡ് ഫോർ അസ്. നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഒന്ന്, എന്തിനു വേണ്ടിയാ? അതിക്രമങ്ങൾ നിമിത്തം. ഓർത്തോളണം കേട്ടോ. അടുത്തത്, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. ഇത് രണ്ട് കാര്യങ്ങളവിടെ പറയുന്നത്. ഒന്ന്, മരണത്തിനേൽപ്പിച്ചു. രണ്ട്, ഉയർപ്പിച്ചു. എല്ലാവരും പറഞ്ഞേ, മരണത്തിനേൽപ്പിച്ചു, ഉയർപ്പിച്ചു. എന്തിനു വേണ്ടിയൊക്കെയാണ് ഉയർപ്പിച്ചത്? മരണത്തിനേൽപ്പിച്ചതും. മരണത്തിനേൽപ്പിച്ചത് നീതീകരണത്തില, പാപങ്ങൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് വേണ്ടി പകരക്കാർ, സബ്സ്റ്റിറ്റ്യൂട്ടായി തീർന്നത് അവനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ്. ഹീ സഫേർഡ് ഫോർ അസ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. എല്ലാവരും പറഞ്ഞേ, പകരക്കാരനായി എന്നെ ഏൽപ്പിച്ചു കൊടുത്തു, അവനെ ഏൽപ്പിച്ചു കൊടുത്തു. രണ്ടാമത്, നമ്മുടെ നീതിക്കായിട്ട്. അതെങ്ങനെയാണ് നീതിക്കായിട്ട് ഉറപ്പിച്ചത്? അത് മനസ്സിലായില്ല. ഇനി എനിക്ക് വേണ്ടി പകരക്കാരനായിട്ട് അവൻ ജീവിച്ച് എന്നെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പം മരണത്തിന് വേണ്ടി പകരക്കാരനായി, ഇന്ന് എനിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എൻ്റെ ഉള്ളിൽ അവൻ പകരക്കാരനായി ജീവിക്കുന്നു. ഞാനത് പറഞ്ഞു, രണ്ട് രീതിയിലാണ് പകരക്കാരനായത്. ഒന്ന്, നമ്മുടെ മരണത്തിൽ അവൻ നമ്മുടെ മരണം അവൻ ഏറ്റെടുത്തു. രണ്ടാമത്, എനിക്ക് വേണ്ടി ഇന്ന് ജീവിക്കുകയാണ്. രണ്ട് പകരക്കാരനുണ്ടെന്ന് പറ. രണ്ട് തരത്തിൽ പകരക്കാരനായി എന്ന് പറ. ക്ലിയറായ? ഒന്ന്, എൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ പകരക്കാരനായി. ഇന്ന് ഞാൻ ജയാളിയായിട്ട് നീതിമാനായിട്ട് ജീവിക്കണമെങ്കിൽ അവൻ ഇന്ന് പകരക്കാരനായി. ഞാനല്ല, ക്രിസ്തു എത്രേ. അപ്പം നമ്മളോട് ആദ്യം കാണിച്ച അവൻ്റെ ഏറ്റവും വലിയ അവൻ്റെ സവിശേഷത എന്ന് പറയുന്നത് കരുണ. വെറും കരുണയല്ല, മഹാകരുണ. ഹല്ലേലൂയ. അതാണ് മലയാളത്തിൽ അത് അങ്ങോട്ട് തർജ്ജിമ ചെയ്ത് അങ്ങോട്ട് ശരിയായില്ല. കാരുണ്യാധിക്യ പ്രകാരം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ആ മലയാളത്തിൽ അങ്ങോട്ട് വന്നില്ല. അത് ശരിക്കുള്ള വാക്യം ഇതാണ്, അവൻ്റെ മഹാകരുണ. ഗ്രേറ്റ് മേഴ്സിയാണ്. ആ ഗ്രേറ്റ് മേഴ്സിയാണ് നമ്പർ 1 നമുക്ക് തന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 4-ാം വാക്യം നമുക്ക് വായിച്ചാൽ, 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ വായിക്കാം. മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമുക്ക് അവനിൽ കിട്ടിയിരിക്കുന്നതായിട്ടുള്ള അവകാശം. അടുത്ത ആൾ പറ. രണ്ടാമത്തെ കാര്യം അവകാശം. നമ്മൾ എന്താ പഠിക്കുന്നത് അറിയാമോ? നമ്മൾ കച്ചകെട്ടി ഇറങ്ങാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കാൻ പറയുന്നതിൻ്റെ കാരണമായി പറയണത്. ഞാനും നിങ്ങളും നിർമ്മതരായിരിക്കുവാനും. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരട്ടെ. നിർമ്മതരായി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പലർക്കും നമുക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല. നിർമ്മതരായിരിക്കുക, മനസ്സിനെ ഉറപ്പിക്കുക, പിന്നെ എന്താ പറഞ്ഞത്? പ്രത്യാശ കർത്താവിൽ വെക്കുക എന്നുള്ള 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ നമ്മൾ ആദ്യത്തെ കാര്യം കർത്താവിൻ്റെ കരുണയെ ചൊല്ലിയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. അപ്പോൾ കർത്താവിൻ്റെ മഹാകരുണ എന്താണെന്ന് ദൈവം നമ്മളെ കാണിക്കുകയാണ്. ഇത് കൂടാതെ നമുക്ക് രണ്ടാമത്തെ കാര്യം തന്നത്, അവനിൽ നമുക്ക് അവകാശമുണ്ട്. അടുത്ത ആൾ പറ, അവനിൽ നമുക്ക് അവകാശമുണ്ടെന്ന് പറ. ഇത് മനസ്സിലാക്കേണ്ട എന്താണെന്നറിയാമോ? ഇന്ന് പലരും പറയും, അയ്യോ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒന്നും വെച്ചില്ലെന്ന് പറയും. അവൻ്റെ കാര്യം ഭയങ്കര മഹാഭാഗ്യമുള്ളവനാണ്. കാരണം എന്താ? അവൻ്റെ അപ്പൻ അവനെന്ത് ചെയ്ത്? അവന് വലിയ സമ്പത്താണ് അവകാശമായിട്ട് വച്ചിരിക്കുന്നത്. അവൾക്കൊന്നും കിട്ടിയില്ല. പറയണ്ട ഇനി. കാരണം നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി വലുതാ വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ഒരു തരത്തിലെ വാട്ടവും കോട്ടവും തട്ടാത്ത, മറ്റതെല്ലാം വാട്ടവും കോട്ടവും തട്ടുന്നതാ. ഇപ്പം ആരോ പറഞ്ഞു സ്വർണം മേടിച്ചാൽ ഇപ്പം നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് താഴോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ സ്വർണം മേടിക്കുക, അതെൻ്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? അതെല്ലാം വാട്ടവും കോട്ടവും തട്ടുന്നതാണ്. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി വച്ചിരിക്കുന്ന അവകാശം വാട്ടോ ഇല്ല, കോട്ടോ ഇല്ല, വാടലും ഇല്ല, ചീഞ്ഞു പോകുന്നുമില്ല, തുരുമ്പെടുക്കുന്നുമില്ല. അത് നിത്യമായിട്ടുള്ള സമ്പത്താണ്. അടുത്ത ആൾ പറ, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നത് നിത്യമായിട്ടുള്ള സമ്പത്താണ്. അപ്പോൾ എന്നോട് ഞാൻ പലരും ചോദിച്ചു, എന്താ ഈ സമ്പത്തെന്ന് ചോദിച്ചു.
എന്തായിരിക്കും സമ്പത്ത്? സ്വർണം വല്ലതും ആണോ? അല്ല, അവൻ തന്നെയാണ് എൻ്റെ സമ്പത്ത്. എൻ്റെ കർത്താവ് തന്നെയാണ്. അവൻ്റെ മഹത്വം അവൻ എനിക്ക് തരികയാണ്. ഇന്ന് ഞാൻ നിങ്ങൾ അറിയേണ്ടത്, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് അവൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീരുവാനാണ്. ഹല്ലേലൂയ. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് സ്വർണം വെള്ളിയൊന്നും അല്ല കേട്ടാ. ഇന്ന് ആരോ പറഞ്ഞു അവർക്ക് അവിടെ വേണ്ടി മാൻഷൻ വെച്ചിട്ടുണ്ട്, മാളിക വെച്ചിട്ടുണ്ട്. അതൊന്നും അല്ല മക്കളെ. നമുക്ക് അതിനേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ അവനെ തന്നെ നമുക്ക് തരികയാണ്. ഹല്ലേലൂയ. മോശ കർത്താവിൻ്റെ ആ ഒരു ഒറ്റനോട്ടത്തിന് വേണ്ടി ഒന്ന് കാണാൻ വേണ്ടി മോശ ആഗ്രഹിച്ച. മോശ ഇത്രമാത്രം ആ കർത്താവിൻ്റെ കൂടെയൊക്കെ നടന്നപ്പോഴേ ഒരു സുഹൃത്ത് സംസാരിക്കുന്നത് പോലെ ഹി കുഡ് ടോക്ക് ടു ഗോഡ് ഫേസ് ടു ഫേസ്. അവൻ്റെ പദവി നോക്കണേ. അങ്ങനത്തെ ഒരു പദവിയിൽ നടന്ന മോശയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ മോശയുടെ ആഗ്രഹം എന്നറിയാമോ? നിന്റെ പൊന്മുഖം ഒന്ന് കാണണം. തെറ്റുണ്ടോ? എന്താ ദൈവം പറഞ്ഞത്? എന്താ കർത്താവ് മോശ അങ്ങനത്തെ ഒരു ആഗ്രഹം കർത്താവിനോട് ചോദിച്ച്? പുറപ്പാടിൻ്റെ പുസ്തകം എടുക്കുക, 33-ാം അധ്യായം 18-ാം വാക്യം എടുക്കുക, നമുക്ക് വായിക്കാം. അവകാശം എന്താണെന്ന് അപ്പം അറിയാൻ പറ്റും. പെട്ടെന്ന് എടുക്കുക 33-18 പുറപ്പാട് കേട്ടാ. നിന്റെ തേജസ് എനിക്ക് കാണിച്ച് തരണമേ എന്ന് ചോദിച്ചു. തേജസ്സിൻ്റെ ആ കാഠിന്യം എന്താണെന്ന് പറഞ്ഞുതരാം. ആ തേജസ് ഒന്ന് എനിക്ക് കാണിച്ച് തരണം. കർത്താവിൻ്റെ തേജസ് മഹാ തേജസ്സാണ്. കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നെല്ലാം മോശയ്ക്ക് അറിയാം. എനിക്ക് ആ തേജസ് ഒന്ന് കാണിച്ചു തന്നാൽ മതി. എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്മുഖം എനിക്ക് കാണണം. ഞാൻ മക്കളെ കാര്യം പറയട്ടെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ പൊന്മുഖം കാണുവാൻ നിയോഗിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ എന്താ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യം, നിങ്ങളുടെ അന്തം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയരുത് നിത്യത എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ KG ക്ലാസ്സിലെ പിള്ളേർ പറയണ കാര്യമാണ്. എന്ത് കിട്ടി? സ്വർഗം കിട്ടി. വിശ്വാസി പറയല്ല അങ്ങനെ. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകുവാനും എൻ്റെ അപ്പൻ്റെ പൊന്മുഖം കാണുവാനും നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ. ഞാൻ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. നമ്മളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവെല്ലാം ഒന്ന് വർദ്ധിക്കണം. സ്വർഗത്തിൽ പോവും, അവിടെ പോവും, ഇവിടെ പോവും, നിത്യത കിട്ടും. KG ക്ലാസ്. എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ടു സീ മൈ ഫാദേഴ്സ് ഫേസ്. മോശയ്ക്ക് കാണാൻ പറ്റിയില്ല. മോശയോട് എന്താ പറഞ്ഞത്? വായിക്കാം. അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ച് തരണമേ എന്ന് അപേക്ഷിച്ചു. അടുത്ത വാക്യം വായിക്കാം, അപ്പോൾ കാര്യം മനസ്സിലാവും. അതിനവൻ ഞാൻ എൻ്റെ മഹിമ ഒക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. കൃപ ചെയ്യാൻ എനിക്ക് മനസ്സിന് ഉള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സിനോട് ഞാൻ കരുണ കാണിക്കും എന്ന് അരുളി ചെയ്തു. ഉത്തരം പറഞ്ഞതാ. മുഖം കാണിച്ചു തരാൻ വേണ്ടി ഉത്തരം കിട്ടിയതാണ്. അടുത്ത വാക്യം കാണിക്കും. അത് അവനാട്ടാ, നമുക്കല്ല. അവിടെ പറയുന്നത് നിനക്ക് എൻ്റെ മുഖം കാണാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്ന് അവൻ കൽപ്പിച്ചു. കണ്ട, അതുകൊണ്ടാ ക്രിസ്തുവിൽ നമ്മളെ ആക്കിയത്. കരുണയുടെ അളവ് നോക്കിക്കേ. ഇന്ന് ഞാനും നിങ്ങളും ക്രിസ്തുവിലാക്കിയതിൻ്റെ കാരണം മനസ്സിലായ? അവൻ്റെ പൊന്മുഖം കാണണമെങ്കിൽ അവനിലാകണം. ഹല്ലേലൂയ. ഇത് ക്ലിയർ ആക്കണം. നമ്മൾ കർത്താവിൻ്റെ കരുണ എന്താണെന്ന് നോക്കിക്കേ. എന്നെ നിങ്ങളെ അപ്പൻ്റെ ഭവനത്തല്ലേ കർത്താവ് പറഞ്ഞു നിൻ്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. 14-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം നിൻ്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ എവിടെയും ഒരു സ്ഥലത്ത് പോവുകയാണ്. എന്തിനാണ്? നിന്റെ സ്ഥലം ഒരുക്കാനാണ്. അവിടെ സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ മടങ്ങി വന്ന് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകുവാൻ വരും. അടുത്ത ആൾ പറ, കർത്താവ് വരുന്നുണ്ടെന്ന് പറ. ഹല്ലേലൂയ. No man shall live if you see my face. അടുത്ത വാക്യം എടുക്ക്. എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. ഇത് വളരെ മർമ്മമുള്ളതാണ്.
എൻ്റെ അടുക്കലൊരു സ്ഥലമുണ്ട്. ഇത് പിതാവിൻ്റെ അരുളപ്പാടാണ്. എൻ്റെ അടുക്കലൊരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. പാറ ആരാ? ആമേൻ. എൻ്റെ അടുക്കലാണ് ഇരിക്കുന്നത്, ഒരു പാറയുണ്ട്, അവിടെ സ്ഥലമുണ്ട്, അവിടെ നീ നിൽക്കണം. വെറുതെ നിന്നാൽ പോരാ, അതിൻ്റെ ഒരു വിടവുണ്ട്. ക്ലെഫ്റ്റ് ഓഫ് ദ റോക്ക് എന്ന് പറയും. ഹി ഹൈഡ്സ് മീ ഇൻ ദ ക്ലെഫ്റ്റ് ഓഫ് ദ റോക്ക്. ക്രിസ്തുവിൽ എന്നെ മറച്ചിട്ടാണ് പിതാവിൻ്റെ സന്നിധി എന്നെ കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മുടെയൊക്കെ മഹാഭാഗ്യം. അവകാശത്തിൻ്റെ വലിപ്പം മനസ്സിലായപ്പോൾ ഇന്ന് എനിക്കും നിങ്ങൾക്കുള്ള അവകാശം അവനിലാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാ. ഹീ ഈസ് മൈ ഡ്വെല്ലിംഗ് പ്ലേസ്. അവനെൻ്റെ വാസസ്ഥലമാണ്, അവനെൻ്റെ മറവിടമാണ്. അവിടെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ പോയി എൻ്റെ അപ്പനെ കാണുവാൻ എനിക്ക് സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ പാറയെന്ന് പറഞ്ഞാൽ ക്രിസ്തു ആട്ടെ, വേറെ ആരുമല്ല. ഇതാണ് നമുക്ക് തന്ന അവകാശം. അടുത്ത ആളുടെ പറ, ദൈവം തന്നെയാണ് എൻ്റെ അവകാശം എന്ന് പറ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, ഈ മെഫിബോശത്ത് എന്ന് പറഞ്ഞ ഒരു ദാവീദിൻ്റെ പുത്രനുണ്ടായിരുന്നു. മെഫിബോശത്ത്, വായിൽ കിട്ടുന്നില്ല. ആരുടെ പുത്രനായിരുന്നു? യോനാത്താൻ്റെ പുത്രനാണ് കേട്ടാ. യോനാത്താൻ്റെ പുത്രൻ. യോനാത്താൻ എന്ന് പറഞ്ഞാൽ ശൗലിൻ്റെ പുത്രൻ. അപ്പോൾ യോനാത്താൻ്റെ ഒരു പുത്രൻ്റെ പേരാണ് അത് തന്നെ. അത് കിട്ടുന്നില്ല വായിൽ. അപ്പോൾ അവൻ മെഫിബോശത്തിൻ്റെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ, അവനൊരു മുടന്തനാണ്. അവന് മുടന്തനായത് ജന്മന മുടന്തനായതല്ല. പാലായനം ചെയ്തപ്പോഴുണ്ടല്ലോ, ശത്രു സൈന്യം വന്നപ്പോൾ പാലായനം ചെയ്തപ്പോൾ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ് 2 കാലും വളഞ്ഞുപോയി. അവനാകെ അങ്ങനെ ജീവിച്ച് മുടന്തനായിട്ടാണ് ജീവിച്ചത്. അവന് രാജാവ് ദാവീദ് വിളിപ്പിച്ചിട്ട് പറഞ്ഞ്, മോനെ ഇനി നാളെ മുതൽ നീ എൻ്റെ മേശയിൽ രാജകുമാരൻ്റെ കൂടെ നീ ഇരിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ പദവി അതാ. മുടന്തുള്ള ഒരു തരത്തിലും നമുക്കൊരു കാശില്ല, ഒരു കാശിനും കൊള്ളാത്തവരായ നമ്മളെ അവൻ്റെ തേജസ് കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എബ്രായർ 2:10 പറയുന്ന അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ അവനൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. എന്നെയും നിങ്ങളെയും ആ പദ്ധതിയിൽ ചേർത്തു. ആ പദ്ധതി ഇട്ടതുകൊണ്ട് പ്രത്യാശ എന്നിൽ നിറയുന്നു. എനിക്കറിയാം എൻ്റെ ഭാവി എന്തെന്ന്. ആമേൻ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, എനിക്കവൻ അവകാശം തന്നു. എൻ്റെ അവകാശം വേറെ ആരുമല്ല, കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എൻ്റെ അവകാശം. ഹല്ലേലൂയ. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5 വായിച്ചു അല്ലേ? അടുത്ത വാക്യം വായിക്കും. അവിടെ പറയുന്നൊരു കാര്യമുണ്ട് മോനെ, അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അതിന് മുമ്പത്തെ വാക്യത്തിൽ 5-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക്, ഇതിന് 5-ാമത്തെ വാക്യം എടുത്തേ, അപ്പോൾ അതിന് കുറച്ചുകൂടെ ക്ലിയർ ആവും. അവകാശത്തിനായിരിക്കുന്നത് കൊണ്ട് ഇനിയാണ് പറയുന്നത്. എന്താ പറയുന്നത്? അടുത്ത വാക്യം, ക്ഷയം, മാലിന്യം, വാട്ടം, അടുത്തതിൽ 5-ാമത്തെ വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശനായി നിന്നെ വീണ്ടും ജനിപ്പിച്ചു. വീണ്ടും ജന്മം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരാളോട് ചോദിച്ചു, വീണ്ടും ജന്മം എന്താണെന്ന്. പാസ്റ്ററെ, കാറ്റാണെന്ന്. അത് ബൈബിളിലുള്ളതാ. കാറ്റ് പോലെയാണെന്ന്. എവിടെ നിന്ന് വരുന്നു എവിടെ നിന്ന് പോകുന്നു അറിയില്ല. അതല്ല. പക്ഷെ വീണ്ടും ജന്മം, വീണ്ടും ജന്മം എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ പുനരുദ്ധാന ശക്തി. ചത്ത് കിടന്ന, അകൃത്യത്താലും പാപത്താലും മരിച്ചു കിടന്ന എന്നെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. ഞാൻ വീണ്ടും ജനിച്ചു. അടുത്ത ആളുടെ പറയാം, ഞാൻ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞ എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്? അതിക്രമങ്ങളാലും മരിച്ചിരുന്ന എന്നെ അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പുനരുദ്ധാന ശക്തിയാൽ, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തിയാൽ എന്നെ ഉയർപ്പിച്ചു, സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. എഫീസ്യർ 2-ാം അധ്യായം 1-ാം വാക്യവും 6-ാം വാക്യവും.
അപ്പം ദൈവം എന്നെ വീണ്ടും ജനിപ്പിച്ചത് അവൻ ചെയ്ത വലിയൊരു കരുണയാണ്, എൻ്റെ മേൽ ചെയ്ത കരുണയാണ്. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ പദവി എന്താണെന്നറിയാമോ? സ്വർഗീയ സ്ഥലങ്ങളിലാണ് ഞാൻ ഇരിക്കുന്നത്. അടുത്ത ആൾ പറ, ഞാൻ ഇവിടെയൊന്നും അല്ല ഇരിക്കണം എന്ന് പറ. സ്വർഗീയ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ വിശ്വാസത്താൽ ഏറ്റെടുക്കണത്. ഇത് നമ്മൾ പറയുമ്പോഴല്ലോ നമ്മളിതിങ്ങനെ നിസ്സാരമായിട്ട് ഞാൻ സ്വർഗീയ സ്ഥലത്തിരിക്കുക, അങ്ങനെയല്ല. ഞാനും നിങ്ങളും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉയരങ്ങളിലിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കമാൻഡ് ചെയ്യണത്, മാറടാ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വരട്ടെ. ഞാൻ ആരോടാ പറയുന്നത്? ഒരു അധികാരത്തിന് എൻ്റെ മുമ്പിൽ, ഞാൻ മുകളിൽ കർത്താവിനോട് ഇരിക്കുകയാണെന്ന്. ഞാൻ പറയട്ടെ, ഒരു DYSPയുടെ കൂടെ ഒരു സാധാരണ പോലീസുകാരൻ നിൽക്കുകയാണ്. അവന് പവറൊന്നുമില്ല, സാധാരണ പോലീസുകാരന് പവറില്ല. പക്ഷെ DYSPയുടെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ആ സാധാരണ പോലീസുകാരന് ഭയങ്കര പവറാണ്. ഞാനൊരു പറയാം, ഈ ട്രാഫിക് പോലീസിൽ ആരെയും കുറച്ച് കാണിക്കുകയൊന്നുമല്ല. ഒരു ട്രാഫിക് പോലീസിൽ ഒരാൾ അടുത്ത് ഒരു കേസ് എടുക്കാൻ വേണ്ടി ചെറിയൊരു വയലേഷൻ വന്നപ്പോൾ ട്രാഫിക് പോലീസ് പറഞ്ഞ് ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അതിന് നിങ്ങളാരാണെന്ന് ചോദിച്ചു, ട്രാഫിക് പോലീസിനോട് ചോദിച്ചു. അപ്പോൾ ട്രാഫിക് പോലീസിന് ബാഡ്ജ് പ്രത്യേകം ഉണ്ടെങ്കിലേ കേസ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇയാൾക്കറിയാം അത്. അയാൾ പറഞ്ഞ് എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കേസ് ചാർജ് ചെയ്യാൻ അയാൾക്ക് പറ്റില്ല. പക്ഷേ അയാളുടെ കൂടെ വേറെ DYSP ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു പണി നടക്കൂല. മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ മാറി നിൽക്കണം. ഹല്ലേലൂയ. എൻ്റെ കൂടെ കർത്താവും രാജാതി രാജനുമാണ്. പിശാച് കിടന്ന് അവിടെ കിടന്ന് ഇങ്ങനെ വാലാട്ടുമ്പോഴല്ല, മാറടാന്ന് പറഞ്ഞാൽ മാറും. സ്വർഗത്തിൻ്റെ ബാക്കിങ് എനിക്ക്, അടുത്ത ആൾ പറ, സ്വർഗത്തിൻ്റെ ബാക്കിങ് എനിക്കുണ്ടെന്ന് പറ. ഹല്ലേലൂയ. ഇതാണ് നമുക്കുള്ള അധികാരം തന്നിരിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ ആകയാൽ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിനെ ഉറപ്പിച്ച്, എന്തിനു വേണ്ടിയാണ്? പ്രവൃത്തിക്ക് വേണ്ടി സജ്ജമാക്കുക. ഹല്ലേലൂയ. പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ തന്നെ സജ്ജമാക്കണം. ആമേൻ. രണ്ടാമത്തെ കാര്യം, നിർമ്മതരായിരിക്കുക. അടുത്ത ആൾ പറയാം, നിർമ്മതരായിരിക്കുക. മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത ആൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിർമ്മലല്ല കേട്ടോ, നിർമ്മതരായിരിക്കുക. മൂന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ലഭിക്കാനുള്ള എന്താണ്? കൃപ, അല്ലെങ്കിൽ രക്ഷയ്ക്കായിട്ട് നിന്റെ മനസ്സിനെ നീ എന്താണ്? പ്രത്യാശയിൽ നിറച്ചു വയ്ക്കുക. ബി ഓൾവേസ് ഇൻ ഹോപ്പ്. ഈ ഹോപ്പ് എപ്പോഴാണ് ഉള്ളതെന്ന് അറിയാമോ? നമുക്ക് ലഭിക്കാൻ പോകുമ്പോഴാണ് ഹോപ്പ്. ഞങ്ങളുടെ അവിടെ ഈ സ്കൂളിൽ പിള്ളേരുണ്ടായിരുന്നു, നല്ലോണം പഠിക്കുന്ന പിള്ളേരുണ്ട്. ഭയങ്കര പരീക്ഷ കഴിഞ്ഞാൽ ഭയങ്കര കൂളാണ് അവർ. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ വിറച്ചിരിക്കും. പരീക്ഷയ്ക്ക് പാറ്റുമോ തോറ്റുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഭയങ്കര പ്രത്യാശയിലുള്ള കുറേ പേരുണ്ട്. ഭയങ്കര പ്രത്യാശ. അവർക്കൊക്കെ അറിയാം ഞങ്ങൾ നല്ലോണം എഴുതിയിട്ടുണ്ട്, റാങ്ക് ഫസ്റ്റോ സെക്കൻഡോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. ആമേൻ. നമ്മൾ ആ കൂട്ടത്തിലുള്ളവരാ. പാസ് മാർക്ക് കിട്ടുമോ? അവിടെ എത്തുമോ? അങ്ങനത്തെ ചോദ്യം നമുക്കില്ല. എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ വരണം കേട്ടോ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഓരോരുത്തരും പണിയണം, അല്ലാതെ കാര്യമില്ല. ദൈവം നമ്മളെ വിളിക്കുന്ന പണിയാൻ വേണ്ടിയാണ്. പണിയണം ആരെങ്ങനെ പണിയണമെന്നറിയോ? 3 മാർഗങ്ങളുണ്ട് പണിയുന്നത്. ഒരു മാർഗം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്താലാണ്. പരിശുദ്ധാത്മാവ് പണിയണം കേട്ടോ, നമ്മളാരുമല്ല പണി. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ, ഈ മാറ്റമില്ലാത്ത വചനം പണിയണം എങ്ങനെയാണെന്ന് അറിയാമോ? വെറുതെ പണിയത്തില്ല കേട്ടോ. എങ്ങനെയാ? കർത്താവിൻ്റെ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. കറക്റ്റാണ്. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. എവിടെ എഴുതിയിരിക്കുന്നത്? 15-ാം അധ്യായം, യോഹന്നാൻ്റെ 15-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. ഓക്കെ, അത് മാത്രം മതിയാ? നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് പ്രതികരിക്കണം. അടുത്തുള്ള പറ, അതിന് വചനം കേട്ടാൽ മാത്രം പോരാ, പ്രതികരിക്കണമെന്ന് പറ. എന്താ പ്രതികരിക്കേണ്ടത്? എങ്ങനെയാ പ്രതികരിക്കണം എന്നറിയാമോ? എങ്ങനെയാ? പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? കർത്താവേ, എനിക്കൊരു കുഴപ്പമുണ്ട്, അംഗീകരിക്കുക. രണ്ടാമത്തെ കാര്യം, ക്ഷമ ചോദിക്കുക. കർത്താവ് എന്നോട് ക്ഷമിക്കണം. 3, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക.
3 ചുവടാ, അടുത്ത ആളുടെ 3 പടിയുണ്ടെന്ന് പറ. അല്ലാണ്ട് ബ്ലിങ്കാസ് അടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല കേട്ടാ. അതവിടെ കിടക്കും, 30 വർഷമായാലും മാറില്ല. ഒന്ന് ഏറ്റെടുക്കണം, അംഗീകരിക്കണം. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവേ എനിക്ക് കോപത്തിന് പ്രശ്നമുണ്ട്, കയ്പ് എൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. എവിടെ എഴുതിയിരിക്കുന്നത്? അംഗീകരിക്കാമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. യെരേമ്യാവിൻ്റെ 3:13 കുറിച്ച് വെച്ചോ, വീട്ടിൽ പോയിട്ട് വായിച്ചു. യെരേമ്യ 3:13, നീ ചെയ്ത തെറ്റ് നീ സമ്മതിച്ചാൽ മതി. കർത്താവ് ആഗ്രഹിക്കും. നമ്മുടെ മലയാളി സ്വഭാവം അനുസരിച്ചുണ്ടല്ല, കുറ്റം നമ്മൾ സോറി പറയാൻ മിടുക്കന്മാരാ, കുറ്റം എന്താണെന്ന് അംഗീകരിക്കില്ല. കർത്താവിന് മുമ്പിൽ നമ്മൾ അതുപോലെ തന്നെയാണ്. സോറി കർത്താവേ, എന്തു സോറി? സോറി കർത്താവ്, സോറി. കർത്താവിന് സോറി അല്ല വേണ്ടത്, നമ്മൾ ചെയ്ത തെറ്റ് എന്താണെന്ന് സമ്മതിക്കണം. ഇതാണ് നമ്മൾ ആ മലയാളി മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ബിബ്ലിക്കൽ മൈൻഡ് സെറ്റിലേക്ക്. സായിപ്പിൻ്റെ മൈൻഡ് സെറ്റ് അല്ല കേട്ടാ. സായിപ്പ് ഭയങ്കര സോറി പറയുന്ന ആൾക്കാരാ. താങ്ക് യു, സോറി, പ്ലീസ്. സായിപ്പ് അങ്ങനെയാ, താങ്ക് യു, സോറി, പ്ലീസ് ഇങ്ങനെ വെച്ച് പെരുക്കും. നമ്മളങ്ങനത്തെ അല്ല, ബിബ്ലിക്കൽ കൾച്ചർ അങ്ങനല്ല. കുറ്റം സമ്മതിക്കുകയാണ്. കർത്താവേ തെറ്റെൻ്റെതാണ്, എനിക്ക് പറ്റുന്നില്ല എൻ്റെ കർത്താവ്. നമ്മുടെ നിസ്സഹായത കർത്താവിന് അറിയാം. നമ്മൾ വെറും എന്തായാലും പറയണത്, കുറേ എല്ലും കഷ്ടങ്ങളും കുറേ തൊലിയാണെന്ന് കർത്താവിന് അറിയാം. നമ്മുടെ അവസ്ഥ കർത്താവിന് അറിയാം, ബലഹീനരാ നമ്മൾ. അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുമ്പോൾ, അല്ലാത്തവരെല്ലാം കർത്താവ് ഞാൻ ആരാണെന്നറിയാമോ? കർത്താവിന് നമ്മുടെ ഒന്നും വേണ്ടെന്നേ, നമ്മുടെ മിടുക്കൊന്നും കർത്താവിന് വേണ്ട. അയ്യോ, കർത്താവിൻ്റെ സന്നിധി പോകുമ്പോൾ എൻ്റെ കർത്താവേ കരുണ മാത്രം മതി എനിക്ക്. ഞാൻ ഈ കർത്താവിന് രാവിലെയൊക്കെ പ്രാർത്ഥിക്കുകയും എൻ്റെ കർത്താവ് എനിക്ക് വേറെ ഒന്നും വേണ്ട, കർത്താവിൻ്റെ കരുണ മാത്രം മതി എനിക്ക്, കർത്താവിൻ്റെ ദയയും കരുണ മാത്രം എനിക്ക് മതി. ഹല്ലേലൂയ. നമ്മളെയൊക്കെ മാനിക്കാൻ മാത്രം നമ്മളൊന്നും അല്ലെന്നേ. കർത്താവിൻ്റെ നമ്മുടെ സ്നേഹം നമ്മളെ തേടിയെത്തിയതാണ്. അപ്പോൾ അവകാശം നമുക്ക് കിട്ടി. എന്നിട്ട് അവിടെ 5-ാം വാക്യത്തിൽ ഇംഗ്ലീഷ് ഒരു കാര്യം പറയുന്നുണ്ട്, നിനക്കിനി ലഭിക്കാനുള്ള രക്ഷയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് മലയാളത്തിൽ കണ്ടില്ല, അതെനിക്കറിയില്ല എന്തോ പറ്റിയെന്ന്. 9-ാമത്തെ വാക്യത്തിൽ എനിക്കറിയാം പറയേണ്ടെന്ന്, 9-ലും 5-ലും പറയുന്നുണ്ട്. 5-ാം വാക്യത്തിൽ മലയാളത്തിൽ കണ്ടില്ല മോനെ, അതെവിടെയെങ്കിലും തപ്പിയെടുത്തേ, എനിക്കറിയാൻ പാടില്ല, മലയാളത്തിൽ കേട്ടില്ലത്. രക്ഷയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ടോന്ന് നോക്കിക്കേ. 9-ൽ പറയുന്നുണ്ട്, എനിക്കറിയാം. അവസാനം വെളിപ്പാടാണ്, ചിലപ്പോൾ 4-ാം വാക്യത്തിലേക്ക് വന്ന്, എനിക്ക് എവിടെ അറിയുന്നത്, അത് കാണാനില്ലത്. അത് 9-ലുണ്ട് എനിക്കറിയാം. 4-ല് കറക്റ്റ്, അത് തന്നെ. ആ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്, അത് ഇംഗ്ലീഷിൽ 5-ാം വാക്യമാണ്, അതാണ് ഞാൻ ചോദിച്ചത്. 4-ാം വാക്യത്തിൽ എന്ന് പറയുന്നത് വായിച്ചെടുത്തേ. അന്ത്യകാലത്തിൽ വെളിപ്പെടാനുള്ള ഞാൻ ചോദിക്കട്ടെ, ഇത് ഏത് രക്ഷയെക്കുറിച്ചാ? നമ്മളപ്പോൾ രക്ഷിക്കപ്പെട്ടില്ലേ? അന്ത്യകാലത്തിൽ ഏത് രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്? അല്ല, ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ രക്ഷ പ്രാപിച്ചു എന്ന് വിചാരിച്ചു. അന്ത്യകാലത്തിൽ ഏത് രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്? ആരും ഒന്നും പറയുന്നില്ല. പ്രാണന്റെ രക്ഷ. ഓ, അടിപൊളി. ആമേൻ. നമുക്ക് രക്ഷ 3 തരത്തിലാണ്. 3 തരത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഭൂതകാലം, വർത്തമാനകാലം, ഭാവി എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മാവിൻ്റെ രക്ഷ കിട്ടി, പ്രാണൻ്റെ രക്ഷ കൈവരിച്ചു കൊണ്ടിരിക്കുന്നു. അത് കർത്താവിൻ്റെ വരവെങ്കിൽ അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാവും. അതിൻ്റെ കൂടെ ശരീരത്തിൻ്റെ രക്ഷയും നമുക്ക് ലഭിക്കും. ഇന്ന് നമ്മുടെ റോയ്സൺ പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, കർത്താവിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൈറോസ് ടൈമാണ്. കൈറോസ് ടൈം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ തക്ക സമയം എന്ന് പറയും. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഞാനും നിങ്ങളെല്ലാവരും എങ്ങനെയുള്ളവരാണെന്നറിയാമോ? നീതിമാന്മാരാ. കർത്താവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരും നീതിമാന്മാരുമാണ് ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധൻ. അടുത്ത ആൾ പറ വിശുദ്ധന്മാരാണെന്ന് പറ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിശ്വാസമുണ്ടോ? നീതിമാന്മാരാണെന്ന്. നീതിമാൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റമില്ലാത്തവൻ. അടുത്ത ആൾ നോക്കിക്കേ ഒന്ന്. ഓ, കുറ്റം മാത്രമേ കാണുന്നുള്ളൂ.
അതെങ്ങനെയാണ് അത് ശരിയാകുന്നത്, പൊരുത്തപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ നോക്കുമ്പോൾ കുറ്റം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ കർത്താവിന് വചനം പറയുന്നത് നമ്മൾ കുറ്റമില്ലാത്തവരാണെന്ന്. നമ്മൾ നേരത്തെ കുറ്റമുള്ളവരായിരുന്നു. ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചപ്പോൾ രക്തത്താൽ കഴുകപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. റോമർ 5:1 വായിക്കുന്നു. വായിക്കും. റോമർ 5:1. ഞാൻ പറയണല്ല, കർത്താവിന് വചനം വായിക്കട്ടെ. വിശ്വാസത്താൽ, അടുത്ത ആൾ പറ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണ് ഞാൻ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ therefore being justified by faith, I am justified just as if I have not sinned. Just as if I have not sinned. Justified means just as if I have not sinned. ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന പോലെ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർത്തു. കേട്ടോ, ദൈവം ചെയ്ത പരിപാടി നോക്കിക്കേ. കുറ്റമുള്ളവനെ കുറ്റമില്ലാത്തവനാക്കി തീർത്ത്. അപ്പോൾ അവിടെ പറയുന്നത് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് വി ഹാവ് പീസ് വിത്ത് ഗോഡ് ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ രക്ഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ രക്ഷ നമുക്ക് ആത്മമണ്ഡലത്തിൽ കിട്ടി. ഇത് നമ്മൾ മലയാളത്തിൽ പ്രാണരക്ഷയെക്കുറിച്ച് 9-ാം വാക്യത്തിൽ പറയുന്നത് തിരുത്താനുണ്ട്. അത് ആത്മരക്ഷ എന്ന് എഴുതിയേക്കണം. തമിഴിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട്. തമിഴ് കറക്റ്റാണ്. തമിഴിൽ അത് ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം തമിഴിൽ ആത്മാവിന് ആവി എന്നും പ്രാണന് ആത്മാവെന്നും ശരീരത്തിന് ശരീരം തന്നെ പറയണത്. പക്ഷേ മലയാളത്തിൽ വന്നപ്പോൾ അത് മലയാളം ബൈബിൾ തമിഴിൽ നിന്ന് തർജ്ജമ ചെയ്താട്ടാ. അതാണ് ആത്മരക്ഷ എന്ന് പറഞ്ഞത്. ശരിക്കും പ്രാണൻ്റെ രക്ഷ എന്നാണ്. സാൽവേഷൻ ഓഫ് യുവർ സോൾ എന്നാണ് 9-ാം വാക്യം. 1:9 വായിച്ചേ, ഞാൻ കാണിച്ചു തരാം. അവിടെ കയറുന്നത് റിസീവിങ് അറ്റ് ദി എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത്. കടശിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് എല്ലാം കിട്ടാൻ പോണെന്താ? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ. ശരിക്കും പ്രാണൻ്റെ രക്ഷയാട്ടാ, ആത്മരക്ഷയല്ല അത്. സാൽവേഷൻ ഓഫ് യുവർ സോൾ ആണ്. ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യും. നമ്മുടെ സന്തോഷം ആനന്ദത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? എൻ്റെ പ്രാണൻ്റെ രക്ഷ കർത്താവിൻ്റെ വരവെങ്കിൽ എനിക്ക് ലഭിക്കും. ഹല്ലേലൂയ. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ കിട്ടി. അതുകൊണ്ട് കാര്യമില്ല. ആത്മാവിൻ്റെ രക്ഷ കിട്ടിയത് കൊണ്ട് ഞാനത് എൻ്റെ പ്രാണനിലേക്ക് ഞാനത് എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എൻ്റെ ആത്മാവിൽ നിന്ന് ജീവൻ ഒഴുകും. എൻ്റെ ആത്മാവിന് എവിടെ നിന്നാണ് ജീവൻ കിട്ടിയത്? പരിശുദ്ധാത്മാവിൻ്റെ പുനരുദ്ധാന ശക്തി എൻ്റെ ആത്മാവിൽ തുടിച്ചു നിൽക്കുകയാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളങ്ങളിൽ നിന്ന് എന്താ വരാൻ പോണത്? ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അതെൻ്റെ ജീവിതത്തിലേക്ക് മുഴുവൻ ഒഴുകും, മറ്റുള്ളവരിലേക്ക് ഒഴുകും. നിറഞ്ഞു വരണം കേട്ടോ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞങ്ങോട്ട് വരണം. ഇത്രയും രാവിലെ പ്രാർത്ഥിക്കാനുണ്ട് ഇപ്പം. ഞങ്ങൾ കൈ പൊങ്ങല്ല. പ്രാർത്ഥിക്കണ രാവിലെ എഴുന്നേറ്റ്. ആത്മാവിൻ്റെ തുടിപ്പ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകണം, ജനങ്ങളിലേക്ക് ഒഴുകണം. നമ്മുടെ പൂർണ്ണ ആത്മാവിൽ നിന്ന് ശരീരത്തിലേക്കും പ്രാണനിലേക്കും മനസ്സിലേക്കൊക്കെ ഒഴുകി പൂർണ്ണമായിട്ടുള്ള ക്ലെൻസിങ് അവിടെ നടക്കും. സന്തോഷം കൊണ്ട് നിറയും, ആനന്ദം കൊണ്ട് തുടിക്കും. ഹല്ലേലൂയ. അടുത്ത ആൾ പറയാം രാവിലെ പ്രാർത്ഥിക്കണം. രാവിലെ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കണം എന്ന് പറയാം. പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ എന്തൊക്കെയാ? 1, കേട്ടില്ല, മനസ്സുറപ്പിക്കുക. അടുത്ത ആൾ പറഞ്ഞേ, ശരിക്കും പറ, മനസ്സുറപ്പിക്കാൻ പറ. 2, നിർമ്മതരായിരിക്കുക. 3, പ്രത്യാശ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ വലിയ ഈ നെഹേമിയാവിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? 4-ാം അധ്യായം എടുക്ക്, ഞാൻ കാണിച്ചു തരാം. നിർമ്മതരായിരിക്കുക എന്ന അർത്ഥം കാണിച്ചു തരാൻ വേണ്ടിയാ. നെഹേമിയാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം എടുക്ക്, 9-ാം വാക്യം വായിക്കും. ഇതിൻ്റെ പാശ്ചാത്തലം പറഞ്ഞു തരാം കേട്ടോ. ദേവാലയത്തിൻ്റെ മതിലുകൾ എന്ത് പറ്റിയിരിക്കുക? പൊളിഞ്ഞും കത്തിയും, വാതിലൊക്കെ കത്തിയും കരിഞ്ഞും കിടക്കുക. അപ്പം നെഹേമിയാവ് ആരാണ് ഞാൻ ചോദിക്കട്ടെ? നെഹേമിയാവ് രാജാവാണോ പ്രവാചകനാണോ? പ്രവാചകൻ അല്ല. രാജാവാണോ? അല്ല. പിന്നെന്താ? സാധാരണക്കാരനാണ്.
അടുത്ത ആളുടെ പറ, നമ്മളെപ്പോലെ സാധാരണക്കാരനാണ്, ജോലിക്കാരനാ. കർത്താവ് ജോലിക്കാരെ ഉപയോഗിക്കുന്നത് കാണിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മളൊക്കെ ചിന്ത പ്രവാചകന്മാരെ മാത്രം ഉപയോഗിക്കുള്ളൂ. നല്ല സാധാരണക്കാരെ ഉപയോഗിക്കും ദൈവം. അപ്പം നെഹേമിയാവ് ആരാണ്? പാനപാത്ര. അതാരാണ്? അതെ, എന്താ പറഞ്ഞ? പാനപാത്ര വാഹകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അവനെ നിയോഗിച്ചത് ഇങ്ങനെ പാനപാത്രം പൊക്കി പിടിക്കാൻ അല്ല. അവനെ രാജാവിൻ്റെ സന്നിധിയിൽ രാജാവ് കഴിക്കുന്ന ഭക്ഷണം ഇവൻ ആദ്യം കഴിക്കും. ഭയങ്കര പവറാവന്. കാരണം വിശ്വസ്തനായിരിക്കണം. രാജാവിൻ്റെ അതേ ഭക്ഷണം നമ്മൾ ഈ ഗ്ലോബൂൾ മുന്തിരിയൊക്കെ കഴിച്ചിട്ടുണ്ടോ? പച്ച നിറത്തിലൊക്കെ ഇപ്പോൾ കിട്ടും മാർക്കറ്റിൽ പോയാൽ. 600 രൂപ കിലോ, 650 രൂപ കിലോ. നമുക്ക് തിന്നാം, പക്ഷെ അവന് തിന്നാൻ പറ്റും. ഒരു കുഴപ്പമുണ്ട്, വിഷമെല്ലാം ഉണ്ടെങ്കിൽ ആദ്യം അവൻ ചാകും. അതാണ് ഈ പാനപാത്ര വാഹകൻ്റെ അർത്ഥം. അതാ, അവരാണ് ആദ്യം രുചിക്കുന്നത്. ഇപ്പം ചിക്കൻ ഉണ്ടല്ലോ, രാജാവ് തിന്നേക്കാൾ മുമ്പ് ആര് തിന്നും? ഇവൻ കഴിക്കും, നെഹേമിയാവ് കഴിക്കും. അവന് ഭയങ്കര രസമാണ്. ചിലപ്പോൾ തട്ടിപ്പോയാൽ അവരാദ്യം തട്ടിപ്പോവും. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാക്കന്മാർക്ക് പണ്ട് ഈ വിഷം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാനപാത്ര വാഹകരെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും കൂടെ ഉണ്ടാവും, വിശ്വസ്തന്മാരാണ്. അവരാദ്യം തിന്നും. അവർ തിന്നൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് രാജാവ് തിന്നണത്. എന്തൊരു കാലം നോക്കിയോ, നമുക്ക് ആ ജോലി കിട്ടിയാൽ മതി. അപ്പം ഇവൻ ആദ്യം കഴിക്കുന്നവനാ. പക്ഷെ ഇവനൊരു വേറെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ കർത്താവിൽ വിശ്വസിക്കുന്നവനാ. അവന് യെരൂശലേം ദേവാലയത്തെക്കുറിച്ചൊരു ഭാരം വന്നിട്ടുണ്ടല്ലോ. അവൻ കുതിരപ്പുറത്ത് അപ്പം തന്നെ കോപ്പിട്ട് കെട്ടി ടപ്പ് 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 എന്ന് അവനവിടെ എത്തി. എവിടെ എത്തി? യെരൂശലേമിൽ എത്തിയിട്ട് അവൻ പറഞ്ഞു, വാ മക്കളെ എഴുന്നേറ്റ് പണിയാമെന്ന് പറഞ്ഞു. അടുത്ത ആൾ പറ, വാ മക്കളെ എഴുന്നേറ്റ് പണിയാമെന്ന് പറ. അതാ പറയും, ഇതാണ് പണി എന്ന് പറഞ്ഞ്. ആലയത്തെ പണിയാനുള്ള ഭാരം അവൻ്റെ ഉള്ളിൽ വന്നു. അപ്പോഴെന്തു പറ്റി? ആലയത്തെ പണിയാൻ വേണ്ടി ദൈവത്തിൻ്റെ അരുളപ്പാട് അവിടെ വന്ന് കൂടെ പണിയടാന്ന് എല്ലാവരും ചേർന്ന് ഒറ്റ. സാധാരണ ഈ പണിയാനൊക്കെ ഇപ്പം എത്ര പേരുണ്ട് പണിയാൻ? വീടൊക്കെ പണിയാൻ എത്ര പേരുണ്ടാവും? എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞ് 2 പേരുണ്ടാവും. 2-3 പേരല്ലേ? ചിലപ്പോൾ 4-5 പേരൊക്കെ ഉണ്ടാവും പണിയാനല്ലേ? ഇതങ്ങനെയല്ല. സമൂഹം മുഴുവൻ 1 ലക്ഷം ആൾക്കാർ, 2 ലക്ഷം ആൾക്കാർ ഒപ്പം പണിയാൻ പോയി എങ്ങനെ ഉണ്ടാവും? 56 ദിവസം കൊണ്ട് പണി തീർത്ത്. 40 വർഷം എടുത്ത പണിയാ. കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഡബിൾ വർക്കാ. ഇന്നിപ്പോൾ ഡെമോളിഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് പേടിയാ. ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഉണ്ടായിരുന്ന ആളാ. ഡെമോളിഷൻ വർക്ക് എന്ന് പറയുന്നത് നേരെ ഇരട്ടി പണിയാണ്. കാരണം അത് ആ ഡെമോളിഷ് ചെയ്ത ഡെബ്രി ഉണ്ടല്ലോ, അതുകൊണ്ട് കളയാനുള്ള പങ്കപ്പാട് വേറെ. എവിടെയും കൊണ്ട് കളയാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യും, പോലീസ് അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ സുരക്ഷിതമായിട്ട് സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയും വേണം, പിന്നെ ഇത് പണിയും വേണം, ഇരട്ടി പണിയാണ്. അതുകൊണ്ട് ഈ റെനോവേഷൻ വർക്കും ഡെമോളിഷൻ വർക്കും ഭയങ്കര തലവേദനയാണ്. ആ പണി അവനെടുത്ത്. പാനപാത്രവാഹകൻ. നിങ്ങളുടെ എന്ത് ജോലിയാലും കൊള്ളാം, കർത്താവിൻ്റെ അടുത്ത ആളെ കർത്താവിൻ്റെ വേലയാണെന്ന് പറ. ഹല്ലേലൂയ. ഇനി നമുക്ക് 9-ാം വാക്യം വായിക്കാം. ശത്രുക്കൾ അപ്പോഴെന്തു പറ്റി? നിരനിരയായിട്ട് ശത്രുക്കൾ ഇവൻ്റെ എതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. വായിക്കേ. അപ്പോൾ ഒരു പണി വെച്ച് അവർ എന്ത് വെച്ചാൽ രാവിലും പകലൊക്കെ അവർ കാവൽക്കാരായിട്ട് തിരിയാൻ തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു ദിവസം എത്ര മണിക്കൂർ പണിയാൻ പറ്റും? 8 മണിക്കൂർ പണിയാല്ലേ? ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പല സ്ഥലത്തും കാണുന്നത് 16 മണിക്കൂർ പണിയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നെ, 16 മണിക്കൂർ പണിയുന്നു. കാശുണ്ടാക്കാൻ വേണ്ടിയാ. അവൻ പെട്ടെന്ന് ചത്തുവും. അങ്ങനെ ജോലി ചെയ്യല്ലേട്ടാ, ആരോഗ്യം ഉണ്ടാവില്ല, ചത്തുവും പെട്ടെന്ന്. അവർ ഈ കാശുണ്ടാകുന്ന വ്യഗ്രതയിൽ 16 മണിക്കൂർ പണിയാണ്. ഇവിടെ 24 മണിക്കൂർ പണിയണം. കാരണം എന്താ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തു ചെയ്യും? 12 മണിക്കൂർ കൊലശ്ശേരി വെച്ച് പണിയുന്നു. കൊലശ്ശേരി പണി കഴിഞ്ഞ് രാത്രി കുന്തവും കുടച്ചക്രമായിട്ട് കാവൽ നിൽക്കുന്നു. ഉറക്കമില്ല, ആകെ ക്ഷീണിക്കും ആൾക്കാർ. അത് അവർ കർത്താവർക്ക് ഐഡിയ പറഞ്ഞു കൊടുത്തത്. 16-ാം വാക്യം എടുക്കുക, കാണിച്ചു തരാം. ഇനി ഒരു കാര്യം ചെയ്യ്, പകുതി പേരെന്ത് ചെയ്യ്, നിങ്ങളെല്ലാം കൂടെ ഈ പണി ചെയ്യണ്ട, പകുതി പേര്
പകുതി പേര് എന്ത് ചെയ്യണം? കാവൽ നിൽക്ക്. അത് മാത്രമല്ല, ഈ പണിയണവർക്ക് ഡബിൾ ഡ്യൂട്ടി കൊടുത്ത് അവൻ്റെ പണിയണ സമയത്ത് നിൻ്റെ ഒരു കയ്യിൽ എന്ത് ചെയ്യണം? ഒരു കയ്യിൽ പണിയായുധം, വെറുതെ ആയുധമല്ല. അടുത്ത ആൾ പറ പണിയായുധം എന്ന് പറ. ഒരു കയ്യിൽ പണിയായുധം, അടുത്ത കയ്യിൽ ഒരു സുവിശേഷം ഉണ്ടെന്ന്, കയ്യിൽ പുസ്തകം ഉണ്ടെന്ന് ചോദിക്കുക. നമ്മുടെ പണിയായുധം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സുവിശേഷ പുസ്തകം ഉണ്ടെന്ന് ചോദിച്ചേ. ടാബ്ലറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും കയ്യിലുണ്ടോയെന്ന് ചോദിക്കേ. ഉണ്ടോ? മറ്റേ കയ്യിൽ എന്താണെന്ന് നോക്കിക്കേ. മറ്റേ കയ്യിൽ എന്താണ്? വായിക്കാം നമുക്ക്. 16 വായിക്കും, മുഴുവൻ വായിക്കും. അടുത്ത വാക്യം. ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈ കൊണ്ട് വേല ചെയ്യും. അടുത്ത പറ, ഒരു കൈ കൊണ്ട് വേല ചെയ്യും, മറ്റേ കൈ കൊണ്ട് ആയുധം പിടിക്കും. ഹല്ലേലൂയ. ഇത് ഭയങ്കര മർമ്മോ. ഒരു കൈ കൊണ്ട് വേല ചെയ്യും, മറ്റേ കൈ കൊണ്ട്. ഇപ്പം നിർമ്മതരായിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായ എന്താണെന്ന്? നിർമ്മത എന്താണ്? ബി അലേർട്ട്. നിന്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ നിന്നെ ചുറ്റിപ്പറ്റി ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിപ്പറ്റി നടക്കുമ്പോൾ ഒരു കയ്യിൽ നിന്റെ പുസ്തകം വേണം, മറ്റേ കയ്യിൽ എന്ത് വേണം? ആത്മാവിൻ്റെ വാളും വേണം. ഹല്ലേലൂയ. എന്ത് വേണം? പ്രാർത്ഥന വേണമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കൈ കൊണ്ട് എന്ത് ചെയ്യും? ഒരു കൈ കൊണ്ട് നമ്മൾ സുവിശേഷം പറയും, ആളെ ചേർക്കും. കല്ല് വെച്ച് പണിയണ്ടേ? അടുത്ത ആൾ പറ, ഒരു കൈ കൊണ്ട് കല്ല് കൊണ്ടുവരണമെന്ന് പറ. മറ്റേ കൈ കൊണ്ട് പ്രാർത്ഥന വേണമെന്ന് പറ. എത്രയൊക്കെ പറഞ്ഞാൽ മനസ്സിലായി? ആരുളപ്പാടാ അത്? അടുത്ത ആൾ പറ, ഒന്നെങ്കിലും ചെയ്യാൻ പറ. ഒന്നിനും ബുധനാഴ്ച പ്രാർത്ഥനയ്ക്ക് വാ, അല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ചോണ്ട് വാ. അപ്പോൾ മനസ്സിലായ പറഞ്ഞത്? ഒന്നില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വാ, നമുക്ക് ഒരുമിച്ച് പൊരുതാം വാളെടുത്ത്, അല്ലെങ്കിൽ കല്ലെങ്കിലും കൂട്ടിക്കൊണ്ട് വാ. ഇത് ഭയങ്കര മർമ്മത്. ഒന്നില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വാ, രണ്ടും ചെയ്യാനാ കർത്താവ് പറഞ്ഞത്. പക്ഷെ ഒന്നെങ്കിലും, ഭയങ്കര മർമ്മമാണ്. ഇന്നിവിടുന്ന് പോകുമ്പോൾ ഇത് ഓർത്തോട്ട് പോകണം കേട്ടോ. ഒന്നില്ലെങ്കിൽ കല്ല് പെറുക്കിക്കൊണ്ട് വാ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ വാള് പിടിക്കാൻ ഇവിടെ കൂട്ടാ നിൽക്ക്. ഞാൻ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കാൻ പോവാ. കൂടെ ഉണ്ടാ? റെഡി? ആയുധം, നമുക്ക് വാളെടുക്കാം. എനിക്ക് ഭയങ്കര താല്പര്യം ഇതിനൊക്കെ. ആമേ. ഞാൻ വല്ല പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ വേറെ മീറ്റിങ്ങൊക്കെ വെക്കാം. ഇവിടെ നമുക്ക് ഇവിടെ വെക്കാൻ ആരും വരാത്തതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. വരാൻ റെഡിയാണെങ്കിൽ ഞാൻ വെക്കാം. വൈകുന്നേരം സമയത്ത് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. നല്ല അടിപൊളി കർത്താവിൻ്റെ സന്നിധിയിലുണ്ടല്ലോ, 100 നിൽക്കണം, നിർമ്മതരായിരിക്കണം. എപ്പോഴും വി ആർ അലേർട്ട്. നമ്മൾ യോദ്ധാക്കളാ. കർത്താവ് വിളിച്ചിരിക്കുന്ന കൺവീനിയൻസ് ക്രിസ്ത്യൻസിനെ അല്ല കേട്ടോ. സമയം ഉണ്ടെങ്കിൽ വരാം പാസ്റ്ററെ, സമയമില്ല കേട്ടോ. അടുത്ത ആൾ പറ, യോദ്ധാക്കളാണെന്ന് പറ. ആയുധം കയ്യിൽ വെന്താനുള്ള യോദ്ധാക്കളാണ് നമ്മളൊക്കെ. അടുത്ത ആൾ പറ, യോദ്ധാവാണെന്ന് പറ. വെട്ടണം. ഹല്ലേലൂയ. വാളെടുത്തവൻ വെട്ടും. ആമേൻ. പ്രാർത്ഥനയിലാണ്ടെന്ന് മുന്നേറാൻ പോകണില്ല കേട്ടോ. സഭയെ ദൈവം വിളിക്കുന്ന പ്രാർത്ഥനയിൽ മുന്നേറാനാ. ശക്തമായിട്ടുള്ള പ്രാർത്ഥന. രാവിലെ പ്രാർത്ഥന വേണം കേട്ടോ. രാവിലെ എപ്പോഴും, രാത്രിയായാലും കുഴപ്പമില്ല. എന്നോട് ഒരു പാസ്റ്റർ പറഞ്ഞാ, പാസ്റ്റർ ഞാൻ രാത്രി 12 തൊട്ട് 3 മണി വരെ പ്രാർത്ഥിക്കുന്നു. അടിപൊളി. ആ സമയത്ത് ഒരു വിളയാട്ടം നടക്കൂലെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. റെഡി? സഭ എഴുന്നേക്കും കേട്ടോ. സഭ വേറെ ലെവലിലാവും. ഞാനും നിങ്ങളും ഇന്നൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, വി ആർ ഗോയിങ് ടു ഹാവ് ഒരു ഗുഡ് ടൈം. വാർഡിങ് ഓഫ് ഓൾ ഈവിൾ സ്പിരിറ്റ്സ്. കർത്താവിൻ്റെ സ്ഥാനത്ത് ഒരു സൗഖ്യങ്ങളൊക്കെ നടക്കണം. കാണണം, ടപ്പ 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 ടപ്പാന്ന് വരും. ആമേൻ. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് നമ്മൾ വിളിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഈ കൺവീനിയൻസ് ഒക്കെ നിർത്തി, അതൊക്കെ കാലം കഴിഞ്ഞ് ഇനി കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായിട്ടുള്ള ഒരു പറ്റം ജനങ്ങളെ
വാള് കയ്യിലെടുക്കാൻ പറ്റിയ ജനങ്ങളെ കർത്താവ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവിനോട് പറയാം, ഞാനുണ്ടെന്ന് പറയാം, ഞാനുണ്ടെന്ന് പറ. ഹല്ലേലൂയ, ഐ ആം ദേർ കർത്താവേ. ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം എടുക്കുക. 12-11 ഇവിടെ നിന്ന് നിർത്താൻ, ക്ലോസ് ചെയ്യാൻ പോവാം. പുറപ്പാടിൻ്റെ പുസ്തകം 12-11 വായിക്കാൻ പോവാം. ഇതെന്താ ഇതിൻ്റെ പാശ്ചാത്തലം പറഞ്ഞുതരാം. ഇവർക്ക് പെസഹ ആചരിക്കാൻ വേണ്ടിയുള്ള ഒരു നിബന്ധന കൊടുത്തിരിക്കുക. പെസഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് കർത്താവിൻ്റെ പെസഹ ആചരിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? അരക്കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചിട്ടും നിങ്ങൾ തിന്നണം. ഇത് എവിടത്തെ തീറ്റയത്? ഇത് തിന്നായിരിക്കുക. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? അര കെട്ടി, കാലിന് നമ്മളൊക്കെ ചെരുപ്പ് ഊരിയിട്ടല്ലേ തിന്നണത്. ആദ്യം തന്നെ ചെരുപ്പ് ഊരിയിട്ടാണ് ഞാൻ തിന്നണത്. ഇവിടെ നേരെ ഓപ്പോസിറ്റാ. ചെരുപ്പ് ഇട്ടിട്ടും പിന്നെന്താ, കയ്യിൽ വടി പിടിച്ചിട്ട് തിന്നണ. ഇതാണ് കർത്താവ് നമ്മളെ വിളിക്കുന്ന കാര്യം. ഇതിനൊക്കെ ആത്മീയ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ തിന്നണ പോലും ഉണ്ടല്ല. ഈ ഗിദിയോൻ്റെ പുസ്തകം നിങ്ങൾ ന്യായാധിപന്മാർ വായിക്കുമ്പോഴല്ല, അവരോട് വെള്ളം കുടിക്കാൻ പറഞ്ഞു. ചിലർ വെള്ളം കണ്ടപ്പോൾ തന്നെ കമന്ന് അങ്ങോട്ട് വീണ്. അങ്ങനെ വെള്ളം കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കമന്ന് കൊടുത്ത് വെള്ളം കുടിക്കാം. വേറെ കുറേ പേര് എങ്ങനെ കുടിച്ചെന്നറിയാമോ? കയ്യിൽ ഒപ്പിയിട്ട് പട്ടി നക്കണ പോലെ 300 പേര് അങ്ങനെ കുടിച്ച്. അവരെ വിളിക്കാൻ പറഞ്ഞു. നിർമ്മതരായിട്ടുള്ളവരാ അവർ. അവരുടെ നോട്ടം താഴേക്കല്ല, അവർ മുകളിലേക്കാണ് നോക്കണം. എവിടെ നിന്നാണ് ശത്രു വരുന്നത്? ഞാനിന്ന് ഒരു കാര്യം പറയാം. നമ്മൾ ഒരുമിച്ച് നിന്നില്ല എങ്കിലുണ്ടല്ലോ, ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ പിശാച് നമ്മളിട്ട് മാട്ടും. സ്റ്റാൻഡ് ടുഗെദർ. ഐക്യതയിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ പിശാചിന് അടുത്ത ഈ അയൽവക്കത്ത് വരാൻ പറ്റില്ല. ഇതൊരു വലിയ മർമ്മം. അത് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പാതാള ഗോപുരം സഭയ്ക്കെതിരെ ഒറ്റക്കെട്ട് അവൻ പിടിക്കും എല്ലാവരെയും. അതുകൊണ്ട് നമ്മുടെ കണ്ണ്, നമ്മുടെ ഈ നിർമ്മതനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചുമ്മാ ഇങ്ങനെ വല്ലോടത്തും നോക്കി നിൽക്കുന്നവരല്ല. ഞാനും നിങ്ങളും വളരെയധികം അലേർട്ടായിട്ടുള്ളവരാ. അലേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വഴിയാണ് പിശാച് വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. സഭ ഇത്രയും പേരുടെ കണ്ണുണ്ടെന്ന്, എത്ര കണ്ണാണ് നോക്കിക്ക്. എല്ലാവരുടെ കണ്ണും ഇങ്ങനെ 4 വഴിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എവിടെ നിന്നാണ് അവൻ അടിക്കുന്നതെന്ന്. യേശുവിൻ്റെ നാമത്തിൽ ഒരു പണി നടക്കില്ല എന്ന് പറയുമ്പോഴല്ല, അതവിടെ നിൽക്കും. ഇതാണ് നമ്മുടെ ദൗത്യം. ഇതിനാണ് ഇങ്ങനെ പറയണത്, നിർമ്മതരായിരിക്കാൻ പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ദാവീദ് എങ്ങനെയാണ് ഗോലിയാത്തിനെ ജയിച്ചത്? ഇതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആരോ ഡാൻസ് ചെയ്യണമല്ല. നിങ്ങൾ മ്യൂസിക് വെച്ചാൽ ഞാൻ ഡാൻസ് ചെയ്യാം. അപ്പോൾ പോട്ടെ. അപ്പോൾ കർത്താവിൻ്റെ കാര്യം നമ്മൾ കാര്യത്തിൽ കിടക്കാം. ഹല്ലേലൂയ. നമ്മൾ ഇത് വരുമ്പോൾ തന്നെ സൈലന്റ് മോഡ് ആക്കിയാൽ മതി, കുഴപ്പമില്ല. സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. ആമേൻ. ദാവീദ് എങ്ങനെയാണ് ജയിച്ചത്? How did David win the war against Goliath? ഗോലിയാത്തിനെ എങ്ങനെയാ ഗോലിയാത്തിനെ എങ്ങനെ ജയിച്ചു? അങ്ങനെ ആരാ പറഞ്ഞേ? വിശ്വാസത്താൽ അല്ലേ? കറക്റ്റാണ്. കാരണം ദാവീദ് ഒന്നറിയാം, എൻ്റെ കർത്താവ് ആരെന്നവനറിയാം. ഇന്ന് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ഒറ്റുനോട്ടക്കാരെ പോലെയല്ല. അവർ ശത്രുവിനെ വലുതായിട്ട് കണ്ടു, കർത്താവിനെ ചെറുതായിട്ടും കണ്ടു. ദാവീദ് കർത്താവിനെ വലുതായിട്ട് കണ്ടു. അടുത്ത ആൾ പറ, കർത്താവിനെ വലുതായിട്ട് കാണണമെന്ന് പറ. അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ എല്ലാറ്റിൻ്റെയും ഉറവിടമാണ്. അവൻ ഒരു കാര്യം ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, അത് നടക്കും. അത് ആർക്കറിയാം? ദാവീദിനറിയാം.
അല്ലാണ്ട് അവൻ്റെ കല്ലുകൊണ്ടല്ല ജയിച്ചത്, അവൻ കർത്താവിലുള്ള വിശ്വാസം കൊണ്ട് ജയിച്ചതാ. ഇന്ന് ദൈവം നമ്മളെ ഇതേ പ്രത്യാശയിൽ നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാ. ഒന്നാമത്തെ കാര്യം എന്താണ്? മനസ്സുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും മനസ്സിനെ ലെവല് കൊണ്ടുവരിക. മനസ്സ് വോണ്ടർ ചെയ്യണ മനസ്സാ. എൻ്റെയും നിങ്ങളുടെയും മനസ്സ് നേരെ ആകണമെങ്കിൽ ആത്മാവിനെ പോഷിപ്പിച്ച് വചനത്തിൽ ഉറച്ചു നിൽക്കുക. രണ്ടാമത്തെ കാര്യം, നിർമ്മതരായിരിക്കുക, അലേർട്ടായിരിക്കുക. ഹല്ലേലൂയ. അടുത്ത ആൾ പറയാം അലേർട്ടായിരിക്കണമെന്ന് പറയാം എപ്പോഴും. ഏത് നേരം നിർമ്മതരെന്ന് പറയുമ്പോൾ ചില മനസ്സിലാവില്ല, അലേർട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ചില മലയാളികൾക്ക് ഇംഗ്ലീഷേ മനസ്സിലാവുള്ളൂ. അലേർട്ടായിട്ടിരിക്കുക. നിർമ്മതരെന്ന് പറഞ്ഞാൽ അധികം കേൾക്കാത്ത വാക്കായതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, കർത്താവിൽ എപ്പോഴും പ്രത്യാശ വയ്ക്കുക. ഈ 3 വാക്കുകൾ ഉണ്ടല്ലോ ഇന്ന് പത്രോസ് നമ്മുടെ ഉള്ളിലേക്ക് പറയാണ്. ഞാനല്ല പറയുന്നത്, പത്രോസ് ഇങ്ങനെ ആ വചനത്തിലൂടെ പറയണതിൻ്റെ കാരണം എന്നറിയാമോ? ഇന്ന് വിശ്വാസികളായ നമ്മൾ ഇന്ന് വേറെ ലെവലിലേക്ക് വിളിക്കുക. ഞാനും നിങ്ങളും ഇത് കേട്ട് വെറുതെ പോകുന്നവരല്ല, ധ്യാനിക്കുന്നതിനെക്കുറിച്ച് മനസ്സുറപ്പിക്കുക, കച്ച കെട്ടി ഉറപ്പിക്കുക. ഞാനും നിങ്ങളും പ്രവർത്തിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാ, നെഹേമിയാവിനെ പോലെ. ഹല്ലേലൂയ. നമ്മൾ അവസ്ഥ കാണണം. സഭയുടെ അവസ്ഥയിൽ നിന്ന് സഭയെ കരകയറ്റുന്നത് ഞാനും നിങ്ങളുമാണ്. ഞാനും നിങ്ങളും നോക്കിക്കൊണ്ടിരിക്കില്ല. ഞാനും നിങ്ങളും ഇനി എന്ത് ചെയ്യാൻ പോവാ? കർത്താവിന് വേണ്ടി അതാണ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. എന്തിനാ പുറപ്പെടുന്നത്? ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ലെന്ന്. പുറപ്പെടാൻ സമയമായി. അന്ത്യനാളത്തെ കൊയ്ത്ത. ഞാൻ പറഞ്ഞാൽ വെറുതെ അല്ലാട്ടാ, ഇത് ലാസ്റ്റ് ചാൻസ്. നമുക്ക് 2026 ലാസ്റ്റ് ചാൻസാണ്. നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായിരിക്കണം. കല്ല് പെറുക്കാൻ സമയമായെന്ന് പറ. അടുത്ത ആളുടെ കല്ല് പെറുക്കാൻ സമയമായി, ആയുധം പിടിക്കുവാനും സമയമായി. We need to get up and start our work.